കഴിഞ്ഞ ജന്മാഷ്ടമിക്ക് കുഞ്ഞിക്കണ്ണൻ ഉറങ്ങിപ്പോയോണ്ട് കണ്ണെഴുതാനും പൊട്ടുപിടിക്കാനും ഒക്കെ പറ്റി. പക്ഷേ ഈ പ്രാവശ്യം രാജാവ് ഉറങ്ങാത്തതുകൊണ്ട് പ്ലെയിൻ കൃഷ്ണനായിപ്പോയി. പിന്നെ ഏത് വാവയും കൃഷ്ണനായാൽ കാണാനൊരു പ്രത്യേക ക്യൂട്ട്നെസ് ആയതുകൊണ്ട് ഞങ്ങളുടെ പൊന്നുംകുടത്തിനൊരു പൊട്ട് മാത്രമേ വേണ്ടി വന്നുള്ളൂ നല്ല ക്യൂട്ട് കൃഷ്ണനാവാൻ. ശോഭയാത്രയ്ക്ക് ഈ റോഡിലെ കൂടെ നടക്കുകയൊക്കെ വേണ്ടതുകൊണ്ട് ഞാനൊരു വൈറ്റ് സ്നീക്കേഴ്സും കൂടി അങ്ങ് ഇടിച്ചു കൊടുത്തു. കൃഷ്ണൻ്റെ ലുക്ക് കണ്ട മക്കളെ, എങ്ങനെ വൈബ് വേറെ ലെവലല്ലേ? റോഡ് നിറയെ കുറേ കണ്ണന്മാരെയും രാധമാരെയും ഒക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിന് തങ്കുടൂന് പാലും വേണ്ട വെള്ളവും വേണ്ട എന്ന് പറഞ്ഞ് ഫുള്ള് പട്ടിണിയായിരുന്നു. പക്ഷെ നല്ല അധികം ക്ഷീണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര ആക്റ്റീവായി ഓടിച്ചാടി നടക്കുമായിരുന്നു. ദേ ഉണ്ണിക്കുട്ടൻ ചേട്ടൻ ശ്രീരാമനായിട്ടുണ്ട്. ശ്രീരാമനായിട്ട് ഉണ്ണിക്കുട്ടൻ ചേട്ടനെ കണ്ടപ്പോൾ കൊച്ചിന് ആദ്യമൊന്നും മനസ്സിലായില്ല. എങ്കിലും ചേട്ടൻ്റെ സൗണ്ടൊക്കെ അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്ത് ചേട്ടാന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടാ. എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലായിരുന്നു തങ്കുടു. കുഞ്ഞികൃഷ്ണൻ രാമൻ ചേട്ടനെ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് കൃഷ്ണൻ രാമനും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പോലും കിട്ടിയില്ല. സാരില്ല, ഞങ്ങൾ കുറച്ച് വീഡിയോസ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ കേരളത്തിലെ ഓരോരോ ആഘോഷങ്ങൾക്കും ഓരോരോ പ്രത്യേകതയാണ്. ഇത് മനസ്സിലാവാൻ എനിക്ക് ബാംഗ്ലൂർ വരെ പോകേണ്ടി വന്നു. അവിടെ നിന്ന് ഞാനിതൊക്കെ ഭയങ്കര മിസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ നാട്ടിൽ വന്ന് ഓരോന്നൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് ചേച്ചിമാർ ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ സോപാനം കലാസമിതി ആട്ടോ ഈ ശോഭയാത്രയൊക്കെ സെറ്റാക്കിയത്. ശോഭയാത്ര അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലെത്തിയ പിന്നെ അവരുടെ കോൽക്കളി, ഡാൻസ്, ഉറിയടി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇപ്രാവശ്യത്തെ കൃഷ്ണ ജയന്തി വിശേഷം. ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.